അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ്. അഭിമുഖത്തിലെ പരാമർശങ്ങൾക്കെതിരെ മുസ്ലിം ലീഗും വി അൻവറും ഉൾപ്പെടെ അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തി. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് പിന്നിൽ CPMന്റെ നയം മാറ്റമാണ് എന്ന വിലയിരുത്തലും ഉണ്ട്. യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നേറുന്ന വി അൻവർ എംപിലേക്ക് മറുപടി എന്നോണമാണ് ദി ഹിന്ദുവിലെ പിണറായി വിജയന്റെ പരാമർശങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസുകളിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി എണ്ണമിട്ട് വിശദീകരിക്കുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറത്ത് നിന്ന് പിടിച്ചെടുത്ത കള്ളക്കടത്ത് സ്വർണവും പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന പരാമർശം മുഖ്യമന്ത്രി നടത്തിയത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. മുസ്ലിം ലീഗ് രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചു. എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് മുന്നിൽ വെക്കാണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ് മലപ്പുറം ജില്ലയിൽ ചെയ്തു എന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ആ എയർപോർട്ടിലൂടെ വരുന്ന സ്വർണത്തെ കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത്. അത് മലപ്പുറം ജില്ലയിലാണ്. അവിടെ പിടിക്കപ്പെട്ടില്ല. കണ്ണൂർ ജില്ലക്കാരാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പോയിട്ടാണ് അവിടെ സ്വർണം കടത്തുന്നവരെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന പൊതുയോഗത്തിൽ വി അൻവർ എംഎൽഎയും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പിണറായി വിജയൻ മലപ്പുറം വിമർശനം നടത്തിയതെന്നാണ് അൻവറിന്റെ പക്ഷം. ഇന്നെന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? എന്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് എന്താണ് ഹെഡ്ലൈൻ: CPIM has always stridently opposed RSS and Hindutva forces in Kerala. അദ്ദേഹം പറയാണ് CPM ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത്. ഞാനത് പറയാനല്ല, അതിലൊരു വാസ്തവമുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത്? അവിടെയാണ് പ്രശ്നം. ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. ലീഗിനും അൻവറിനും പിന്നാലെ മറ്റു നിരവധി സംഘടനകളും മുഖ്യമന്ത്രി മലപ്പുറം പരാമർശത്തിന് രംഗത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മലപ്പുറം വിമർശനം നടത്തിയത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനടക്കം നേരിട്ട കനത്ത തിരിച്ചടി മറികടക്കാൻ കൈവിട്ടുപോയ ഹിന്ദു പിന്നോക്കോട്ടുകൾ തിരിച്ചുപിടിക്കാനാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ശ്രമിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. ഏതായാലും എന്താണ് ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രിയും CPMഉം വിശദീകരിക്കട്ടെ എന്നാണ് ഇവരും പറയുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.